ആ ചന്തു, എന്റെ വണ്ടിയുടെ പണി കഴിഞ്ഞില്ലേ? സോറി കേട്ടോ, ഇന്നലെ ഫുൾ നൈറ്റ് വർക്ക് ചെയ്തതാ. പക്ഷെ ആ വണ്ടി തൊടാൻ പറ്റിയില്ല. അല്ല, ഇടയ്ക്കൊക്കെ ക്ലച്ചിന് കംപ്ലൈന്റ് വരുന്നതല്ലേ, ശരിക്കൊന്ന് അഴിച്ച് പരിശോധിച്ചാലേ പറ്റൂ. അപ്പോ ഇന്ന് കിട്ടില്ലേ? അയ്യോ, ഇന്ന് നടക്കില്ല. എന്റെ ആശാനും ലീവാ. ചേട്ടൻ നാളെ വന്നോ, നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ചന്തു, ഈയിടെയായിട്ട് പണിയുടെ കാര്യത്തിൽ നീ ഇച്ചിരി ഉഴപ്പാണെന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. അയ്യേ, അതൊക്കെ അസൂയക്കാര് ചുമ്മാ പറയുന്നതാ. നാളെ തരണേ. എപ്പ തന്നു വെച്ചാ മതി. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കല്യാണമുണ്ട്, അതുകൊണ്ട് ഇന്ന് ലീവ് വേണമെന്ന് 1.5 മാസം മുമ്പേ പറഞ്ഞതല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ആശാനെ. പിന്നെ എന്തിനാ നീ ഇപ്പൊ എന്നെ വിളിച്ചത്? കല്യാണത്തിന് പോയി ഇറങ്ങി നിൽക്കുക അവിടെ. ആശാനെ ഞാനിപ്പോ വിടാം. ഇല്ലെങ്കിൽ ടാക്സി വിളിച്ച് എന്റെ സ്വന്തം ചെലവില് ആശാനെ ഞാൻ കല്യാണ വീട്ടിലേക്ക് എത്തിക്കില്ലേ? തൽക്കാലം ആശ എന്നെ ഒന്ന് സഹായിച്ചിട്ട് കല്യാണത്തിനോ പുലുകൊളിക്കോ എവിടേക്കെന്ന് വെച്ചാൽ പോക്കോ. അതെ, ആ ഇലഞ്ഞിക്കൽ വീട്ടിൽ ഇപ്പൊ അല്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഞാൻ വേണമെന്ന് സപ്പോർട്ട് ചെയ്യാൻ. നീ കൂടുതൽ പ്രസംഗിക്കണ്ട. വിനയചന്ദ്രൻ ജയിലിൽ പോയതടക്കം എല്ലാം എനിക്കറിയാം. നീ പറയാനുള്ള കാര്യം നേരെ ചെയ്യുമ്പോ പറയുന്നു. ശരി, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ആ ഷാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിസ്മയ എന്തായാലും നാളെ എന്റെ ഭാര്യ ആവേണ്ടവളാണ്. ഒരൊറ്റ കീഴ് വെച്ചെന്നാലുണ്ടല്ലോ റാസ്കൽ. ഇത് പറയാനാണോടാ കല്യാണത്തിന് പോയി ഇറങ്ങി എന്നെ അർജന്റായിട്ട് വിളിച്ചു വരുത്തിയത്? ഒരിക്കലും അല്ല. ആശാൻ ചൂടാവരുത്. ഞാനൊരു പാവല്ലേ? പാവം നിന്റെ പ്രേമത്തിന്റെ കാര്യം നീ പറഞ്ഞു പോരുത്. ഇല്ല, പകരം പറയാൻ പോകുന്നത് ലോണിന്റെ കാര്യം. ലോണോ? എന്ത് ലോണ്? പറയാം. ആശാൻ എന്നെ വിശ്വസിച്ചിട്ട് ആശാന്റെ അനിയത്തിന്റെ പേരിലെ ചെറുമുക്കിലുള്ള ആ 25 സെന്റ് സ്ഥലത്തിന്റെ ആധാരം ഒന്ന് സംഘടിപ്പിച്ചു തരൂ. അതെന്തിന്? നീ വർക്ക്ഷോപ്പ് നിർത്തി ആധാരം എടുത്ത് നടത്താൻ പോവുകയാണോ? അയ്യോ, അതല്ല ലോണിന്റെ കാര്യം പറഞ്ഞത്. അതെ, തൽക്കാലത്തേക്ക് ആശാന്റെ അനിയത്തിയുടെ ആധാരം ഏതെങ്കിലും ബാങ്കിൽ പണയപ്പെടുത്തി കാശ് വാങ്ങിയ വിനയൻ ചേട്ടന്റെ ബാധ്യത തീർത്തിട്ട് നമുക്ക് ആളെ പുറത്തിറക്കാൻ പറ്റും. വെറും 6 മാസം മതി. ആശാന്റെ അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് ആധാരം തിരിച്ചെടുത്ത് അനീതിക്ക് മടക്കി കൊടുക്കാം. എന്തു പറയുന്നു? എന്നിട്ട് വേണം എന്റെ അനിയത്തെ ഞാൻ വഴിയാധാരമാക്കാൻ. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരിക്കലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. എന്റെ പൊന്നാശാന, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ. എടാ മണ്ട, മണ്ട, നീ ചുമ്മാ ഓരോ മണ്ടത്തരം കാണിക്കല്ലേ? എടാ, അവള് ഡോക്ടർ ആകുമ്പോ മിനിമം വേറെ ഡോക്ടറുടെ കൂടെ പോകൂ. നീ പിന്നെ വഴിയാധാരാകും. അതിന്റെ കൂടെ എന്റെ അനിയത്തിയുടെ കുടുംബം വഴിയാധാരാക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. നീ അത് പറഞ്ഞേക്ക്, ഞാൻ പോണു. മറക്കാൻ പറ്റുന്നില്ല ആശാനെ. മറക്കാൻ പോയിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ആശാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും വിസ്മയുടെ ശബ്ദമൊന്ന് ഇടറിയാലോ, ആ കണ്ണൊന്ന് നനഞ്ഞാലോ എന്റെ ഉള്ളിലൊരു തീ വീഴുമെന്ന് ഉറപ്പാ. അവളുടെ ചേട്ടനൊരു പ്രശ്നം വരുമ്പോ എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ 1 സെന്റ് ഭൂമിയോ ഇല്ലാത്തോണ്ടല്ലേ ആശാനോട് ഞാൻ ഇരക്കുന്നത്. ഒന്ന് സഹായിച്ചൂടെ ആശാനെ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.